ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഹെഡ് ബാൻഡ് ആയിട്ടാണ് കേട്ടോ. കുറച്ച് നാളെ ഇതുപോലുള്ളൊരു ഹെഡ് ബാൻഡൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ് ബാൻഡ് എങ്ങനെ മേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, യൂസ്ഫുൾ ആണെങ്കിൽ. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെന്താ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എപ്പോഴും പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് നോർമലായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ ഒരു ബാൻഡ് ഉണ്ടല്ലോ, ഈ ഒരു ബാൻഡ് നമ്മുടെ ന്യൂ ബോൺ ബേബീസൊക്കെ നമ്മുടെ ഈ ഒരു ബാൻഡൊക്കെയാണല്ലോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക, ഒരു നല്ലൊരു മെറ്റീരിയലാണത്. ആ ഒരു മെറ്റീരിയലിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ റിബൺ എടുത്തിട്ടുണ്ട്, പേർപ്പിൾ കളറിലാണ് മൊത്തത്തിലും ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബണ്ണീനെ എടുത്തിട്ടുണ്ട്, പിന്നെ പോംപോമും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹെഡ് ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ ആവശ്യമുള്ളത്. പിന്നെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു റിബൺ ഇതിൻ്റെ മുകളിലോട്ട് റോൾ ചെയ്തെടുക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പല തവണയായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞ് റിപ്പീറ്റ് അടിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നിങ്ങളുടെ സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഹെഡ് ബാൻഡിൻ്റെ ലെങ്തിനെ കണക്കാക്കിയിട്ടൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു 3 ടൈം എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം, ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ അറിയുന്ന കാര്യമാണ്. ഇനി പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോയിൽ വേറെ എൻ്റെ വീഡിയോയിൽ ഞാനിത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒട്ടുമിക്ക പേർക്കും ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ വെറുതെ സമയം കളയുന്നത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ട് മുഴുവനായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ ഹെഡ് ബാൻഡ് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ടൈറ്റായിട്ട് വേണം നിങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ പോംബോം വന്നിട്ട് 3 ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സൈഡ് വശത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ 3 ഒരുമിച്ച് ചേർത്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. വളരെ ചെറിയ തോതിൽ മാത്രമേ ഇതിന് ഗ്ലൂ ആവശ്യമുള്ളൂ കേട്ടോ. ചെറിയ തോതിൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് അത് ബെൻഡായിട്ട് ഇവിടെ ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ഇതിനൊന്നും. കുറച്ച് സമയം ഇവിടെ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക്, അപ്പോൾ ഇതേ നമ്മുടെ പോംപോമും നമ്മുടെ ഹെഡ് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോംപോമിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ ഈ ക്യൂഡ് ബണ്ണീനെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ പോംപോം ചെയ്തതുപോലെ തന്നെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലെങ്തിലാവുമ്പോൾ അത് എന്താ പറയുക, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല. സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമല്ല, ഒന്ന് കുറച്ചുകൂടി ഒന്ന് ബെൻഡായിട്ട് നിൽക്കുന്ന പോലെ തോന്നുമ്പോൾ നമുക്കൊരു അത്ര നീറ്റായിട്ട് തോന്നുന്നില്ല. കുറച്ച് ലെങ്ത് കുറഞ്ഞ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബോ ഷേപ്പിലോട്ടാക്കി എടുത്തിട്ട് നമുക്ക് നൂലിനെ കൊണ്ട് നമുക്ക് 2-3-4 തവണ നടുഭാഗത്തോട്ടൊന്ന് ചുറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് റിബൺ വെച്ചിട്ട്, നമ്മൾ നേരത്തെ പർപ്പിൾ ഷേപ്പിലൊരു റിബൺ എടുത്തല്ലോ, പർപ്പിൾ കളറിലുള്ള റിബൺ എടുത്തല്ലോ, ആ ഒരു റിബൺ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ചെറിയൊരു പീസിൽ ചുറ്റിയെടുക്കണം. അപ്പോൾ ഞാനൊരു 6 ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു റിബൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഈ ഒരു ഹെഡ് ബാൻഡിൻ്റെ കൂടെ ആയിട്ട് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് വേണം നമുക്ക് ചുറ്റി കൊടുക്കാൻ. അപ്പോൾ രണ്ടും പിന്നെ രണ്ടാമതൊരു പണി നമുക്ക് ചെയ്യേണ്ടി വരില്ല. ആ ഒരു ഭാഗം അവിടെ സെറ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണിയും പോംപോവും കൂടി ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കേണ്ടത് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കാം. സൈഡ് ഭാഗത്താണെങ്കിൽ സൈഡിൽ, കോർണറിലാണെങ്കിൽ കോർണറിൽ, അല്ലെങ്കിൽ മിഡിലാണെങ്കിൽ മിഡിൽ. ഞാനിപ്പോൾ മിഡിൽ വെക്കുന്നത്. അപ്പോൾ ഗൈസ്, ദേ നമ്മുടെ ഹെഡ് ബാൻഡ് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ ചെയ്തെടുക്കുന്ന ഒരു ഹെഡ് ബാൻഡാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. ഈ ഒരു ബണ്ണിയൊക്കെ വെച്ച് ചെയ്യുന്നത് കാരണം നല്ല ക്യൂട്ടായിട്ട് തോന്നും. അപ്പോൾ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ട്രെൻഡിനനുസരിച്ച് തന്നെ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആൾക്കാർ വാങ്ങിച്ചോളും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ മാത്രമേ പറയാനുള്ളൂ. പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ, എപ്പോഴും കാണുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെയ്തിരിക്കുന്ന ഹെഡ് ബാൻഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഐറ്റമായിട്ട് കാണാം. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.